ഈ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാനും ഇത് കൂട്ടത്തിൽ എളുപ്പമുള്ള കാര്യമാണ്. സെക്ഷൻ 6(2) പ്രകാരം എന്ന എല്ലാവർക്കും നമസ്കാരം. ലൂസൺ PSCയുടെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഈ 2 ക്ലാസ് മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അത് എനിക്കും നിങ്ങൾക്കും ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവരാവകാശ നിയമമാണെന്ന് പറഞ്ഞു അല്ലെ. വിവരാവകാശ നിയമം CPO എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. CPO എക്സാമിന് മാത്രമല്ല എല്ലാ PSC എക്സാമിനും വിവരാവകാശ നിയമത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് വിവരാവകാശ നിയമം ഈ വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് 2005 അല്ലെ. 2005 പാസ്സാക്കിയ വിവരാവകാശ നിയമം വളരെ സുപ്രധാനമായ ഒരു നിയമമാണ്. സുപ്രധാന നിയമങ്ങൾ നമുക്ക് PSCക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണ് വിവരാവകാശ നിയമം. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ ഒരു പ്രസ്ഥാനമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം. ഓക്കെ, ഇനി മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാന്ന് ചോദിച്ചാൽ അതാണ് അരുണ റോയ്. ഇമ്പോർട്ടന്റ് ആണ്. അരുണ റോയ് ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത. ഓക്കെ, മറ്റാരൊക്കെയാണ് നേതൃത്വം നൽകിയത്, സ്ഥാപിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവരാണ് സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ പങ്കുവഹിച്ച മറ്റുള്ള ആൾക്കാർ. ഓക്കെ, ഈ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത്. 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ, അതാണ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭ കരട് അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് രൂപീകരിച്ചത്. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട് 1997 വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഇന്ത്യയിലെ പാസ്സാക്കുന്നത് 2005 കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്നത് 2005 തമിഴ്നാട് പാസ്സാക്കുന്നത് 1997 അതേപോലെ തന്നെ തമിഴ്നാട് പാസ്സാക്കിയ ശേഷം 1997 തന്നെ ഗോവയും പാസ്സാക്കുന്നുണ്ട്. ഗോവ വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് 1997 ഈ 2 കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു. ഗോവയും തമിഴ്നാടിന്റെയും കേസ് ആദ്യം പാസ്സാക്കിയത് തമിഴ്നാട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും പാസ്സാക്കിയത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. അത് ഏതൊക്കെയാ നോക്കിയാൽ രാജസ്ഥാൻ പാസ്സാക്കുന്നത് 2000 കർണാടകയും 2000 ഡൽഹി പാസ്സാക്കിയത് 2001 മഹാരാഷ്ട്ര 2002 അസം 2002 മധ്യപ്രദേശ് 2003 ജമ്മു ആൻഡ് കാശ്മീർ 2004 ഇത് മുഴുവനായിട്ട് പഠിക്കണമെന്നില്ല, ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, പക്ഷെ തമിഴ്നാടിന്റെയും ഗോവയുടെയും കേസ് നിർബന്ധമായിട്ടും പഠിക്കുക. ആദ്യം പാസ്സാക്കിയത് തമിഴ്നാടാണ്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആര്? അതാണ് VP സിംഗ്. വിവരാവകാശ നിയമം
എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാല് VP സിംഗ് ആണ്. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി. ഓക്കെ ആണല്ലോ. ഇനി ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാല് അതാണ് സ്വീഡൻ. സ്വീഡൻ ആണ് ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചാല് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഈ വർഷവും ഇമ്പോർട്ടന്റ് ആണ്, 2002. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ പറഞ്ഞു സ്വീഡൻ ആണ് ലോകത്തിൽ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഇന്ത്യ എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ, വിവരാവകാശ നിയമം പാസാക്കിയ എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ 55ാമത്തെ രാജ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് വിവരാവകാശ നിയമം പാസാക്കിയത് എന്തിനാന്ന് ചോദിച്ചാല് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇനി ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഓർത്തിരിക്കുക. നമ്മൾ ഇനി വിവരാവകാശത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നിയമം ഉണ്ടാക്കിയത് അത് തന്നെയായിരിക്കും അല്ലെ ലക്ഷ്യങ്ങള്. എന്തൊക്കെയാ? അഴിമതി നിർമാർജനം ചെയ്യുക, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക. ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. എളുപ്പമല്ലേ? ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു കേസിലേക്ക് പോകുന്ന സമയത്ത് ഒരു നിയമം പാസ്സാകുന്ന സമയത്ത് പൗരന്മാർക്ക് നിയമം വരുന്ന സ്ഥലത്തെ പൗരന്മാർക്ക് കുറച്ച് അവകാശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ലഭിക്കൂ അല്ലെ. അതെന്തൊക്കെയാന്ന് നോക്കിയാല് വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതു സ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നേതൃത്വത്തിൽ ഉള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളൊക്കെ പരിശോധിക്കുവാനും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എടുക്കുവാനും കുറിപ്പുകൾ എടുക്കുവാനുള്ള അവകാശം ലഭിച്ചു. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. വേറെ ഇതിൽ എക്സ്പ്ലനേഷന്റെ കേസൊന്നുമില്ല. ഒരു ഗവൺമെന്റ് ഓഫീസിലെ ഫയലുകളിലെ പരിശോധിക്കുവാനും അതിന്റെ കോപ്പി എടുക്കാനൊക്കെ ഉള്ള അധികാരം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ ഫയൽസും എല്ലാ വിവരങ്ങളൊന്നും കയറി കിട്ടില്ല. അതിൽ ഒഴിവാക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. വെളിപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കിയാൽ വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11. ഈ ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ജൂൺ 15. ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കിയത്. ഇനി വിവരാവകാശ നിയമത്തിന്റെ ബില്ല് വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഈ 3 ഡേറ്റ് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11, പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15, നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ നിയമം നിലവിൽ വരുന്ന സമയത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാല് അത് APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് രാഷ്ട്രപതി. ഓക്കെ, വിവരാവകാശ നിയമം പാസ്സാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് 1ാം UPA സർക്കാരാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുള്ള പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്.
ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പേരൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മൻമോഹൻ സിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അദ്ദേഹം ഈ അടുത്തായിട്ടാണ് മരണപ്പെട്ടത്. ഇതൊക്കെ ചോദിക്കാനും സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട സമയമായി. ഓക്കെ, വിവരാവകാശ വിവരാവകാശ നിയമം ഭേദഗതി നിയമം 2009 പ്രകാരം, 2009 അല്ല 2019 ആണ്, 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് 13, 16, 27 ഈ വകുപ്പുകൾ ഒന്ന് ഓർത്തു വെക്കണം. അതായത് വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ, വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് 13 ഉണ്ട്, 16 ഉണ്ട്, 27 ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് വിവരാവകാശ ഭേദഗതി നിയമം 2019 ബില്ല് ലോക്സഭ പാസാക്കിയത് എപ്പോഴാന്ന് ചോദിച്ചാല് 2019 ജൂലൈ 22. ലോക്സഭ ജൂലൈ 22 പാസാക്കി. രാജ്യസഭ അവിടുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ 25 പാസാക്കി. അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാലോ അത് രാംനാഥ് കോവിന്ദാണ്. 2019 ഉള്ള രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 2019 നമ്മൾ പറഞ്ഞ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് അല്ലെ. 2019 വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി ബില്ല് പാർലമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ് ആണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. അവതരിപ്പിച്ച ഡേറ്റ് ചോദിച്ചാൽ 2019 ജൂലൈ 19. 2019 ജൂലൈ 19. പാസ്സാക്കിയത് എപ്പോഴാണ്? 2019 ജൂലൈ 22. ഓക്കെ, അവതരിപ്പിച്ചത് 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ്. പാസ്സാക്കിയത്, ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 22, രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇത് 2019 നിയമത്തിൽ ഭേദഗതി ചെയ്ത സമയത്ത് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാല് 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ റെഡി 1 2 3 സ്റ്റാർട്ട്. 2019 നിയമത്തിലെ ഭേദഗതി പ്രകാരം മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടായെന്ന് നോക്കിയാല് 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി. സംസ്ഥാനത്ത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും. ആ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര കാലം അദ്ദേഹം ആ സ്ഥാനത്ത് തുടരണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മുൻപ് ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയിരുന്നു. ഈ ഭേദഗതി വരുന്നതിന് മുമ്പ് ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയിരുന്നു. ഏതാണോ ആദ്യം മീറ്റ് ചെയ്യുന്നത് അത് എടുക്കും. ആദ്യം 5 വർഷം ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൂട്ടും. ഇപ്പൊ ആദ്യം 65 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ കാര്യം എടുക്കും. അങ്ങനെയാണ് മുൻപ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വന്ന മാറ്റമാണ് 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ നടക്കുക. ഓക്കെ, ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ, മാറ്റം വന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണറുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. ഇപ്പോൾ ഉള്ള വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് അല്ലെ. അതെങ്ങനെയാ? എപ്പോഴാണ്? 2019 3 വർഷമാക്കി ചുരുക്കിയത്. വിവരാവകാശ നിയമത്തിന്റെ 2019 ഭേദഗതി പ്രകാരം. അതിന് മുമ്പിൽ 5 വർഷമായിരുന്നു. 5 വർഷം എന്നുള്ളത് 3 വർഷമാക്കി ചുരുക്കി. ഓക്കെ, ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാന്ന് ചോദിച്ചാല് അത് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ശമ്പളം. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഒക്കെ ശമ്പളം 2,25,000 രൂപയാണ്. 2,25,000 രൂപയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ.
ഓക്കെ. ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. 6 അധ്യായങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ ഒന്നാമത്തെ അധ്യായം നോക്കിയ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രാരംഭികം. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും, പ്രാരംഭികമായിരിക്കും ഒന്നാമത്തെ അധ്യായത്തിലെ. രണ്ടാമത്തെ അധ്യായത്തിൽ എന്താ വരുന്നത് നോക്കിയേ. അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഇനി മൂന്നാമത്തെ അധ്യായത്തിലോ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നാലാമത്തെ അധ്യായത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി അഞ്ചാമത്തെ അധ്യായത്തിൽ എന്താ നോക്കിയാൽ വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരവും ചുമതലകളും അപ്പീലുകളും പിഴകളും. അഞ്ചാമത്തെ അധ്യായത്തിൽ വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളുമാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ആറാമത്തെ അധ്യായത്തിലോ ഇതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതാണ് ആറാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ, എളുപ്പമാണ്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസിൽ 1975 ഒരു കേസാണ്. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസിൽ അനുച്ഛേദം ആർട്ടിക്കിൾ 19 ഉപവകുപ്പ് 1 പ്രകാരം, അതെന്തിനാ ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഭരണഘടനയിലെ പ്രകാരം വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ വരുന്ന ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. അതായത് 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസ് പ്രകാരം വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്. അല്ലെങ്കിൽ വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ഏതാന്ന് ചോദിച്ചാൽ 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസ്. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 19(1)(a) പ്രകാരം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ഷഹീദ് റാസ ബെർണായി. ഷഹീദ് റാസ ബെർണായി ആണ് വിവരാവകാശ നിയമപ്രകാരം ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്. അപേക്ഷ നൽകിയത് പൂനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകിയത്. ഓക്കെ ആണല്ലോ, എളുപ്പമാണല്ലോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്, കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യം ഇല്ലാത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഒന്നുകൂടി പറഞ്ഞാൽ കൃത്യമായി വിവരം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അരുണാചൽ പ്രദേശാണ്. ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ടെലിഫോണിലൂടെ വിവരാവകാശ നിയമം പ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് അല്ലെങ്കിൽ UP. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിൽ 31 വകുപ്പുകളാണുള്ളത്. ഈ 31 വകുപ്പുകൾ നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ 31 വകുപ്പുകളും പഠിക്കേണ്ട. അത്യാവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമാണ്, സാധാരണ PSC ചോദിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതെന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട്. വകുപ്പുകൾ പഠിക്കേണ്ടത് ഈസി ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞു തരാം. ഓക്കെ, ഇനി വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2 പട്ടികകളാണുള്ളത്. 2 പട്ടിക, 31 വകുപ്പുകളുണ്ട്, 2 പട്ടികകളുണ്ട്, 6 അധ്യായങ്ങളുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, മാറിപ്പോകരുത്. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. ഒന്നാം പട്ടികയിൽ എന്താ പറയുന്നത് നോക്കിയാലേ,
കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഒന്നാമത്തെ പട്ടിക. രണ്ടാമത്തെ പട്ടികയോ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പട്ടിക. ഓക്കെ, രണ്ടാമത്തെ പട്ടിക 2-ലാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നത്. ഇതേപോലെ വിവരങ്ങൾ നിഷേധിക്കുന്ന സെക്ഷനും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, പട്ടിക 2-ആണ്. ഓക്കെ, പട്ടിക 2. ഓക്കെ, ഇനി കുറച്ച് സെഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട സെഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാല്, വകുപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കിയാല്, ഇപ്പൊ നോക്കുന്ന സമയത്ത് നിർവചനങ്ങൾ അടങ്ങിയിരിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 2-ആണ്. സെക്ഷൻ 2-ലാണ് നിർവചനങ്ങൾ അടങ്ങിയിരിക്കുന്നത്. നിയമത്തിൽ പറയുന്ന കാര്യങ്ങളുടെ നിർവചനങ്ങൾ, അത് ഓരോ കാര്യം പറയുന്ന സമയത്ത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിർവചിച്ച് വെച്ചിരിക്കുന്നത് സെക്ഷൻ 2-ലാണ്. അതുകൊണ്ട് സെക്ഷൻ 2 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിൽ കുറച്ച് ഉപവകുപ്പുകളും കൂടി നമുക്ക് എന്താണെന്ന് അറിഞ്ഞു വെക്കാനുണ്ട്. ഇനി സെക്ഷൻ 2A-യിലാണ് സമുചിത സർക്കാർ എന്നുള്ള നിർവചനം കൊടുക്കുന്നത്. സമുചിത സർക്കാർ എന്താണ് എന്ന് നിർവചിക്കുന്നതാണ് സെക്ഷൻ 2A. ഓക്കെ, ഇനി വിവരം എന്നതിന് നിർവചനം നൽകുന്നതാണ് 2F. 2F-ലാണ് വിവരം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഇൻഫർമേഷൻ എഫ് ഓർമ്മിച്ച ഇൻഫർമേഷന്റെ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്നത് 2F-ലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇതെന്തെങ്കിലും തമ്മിൽ കണക്ഷൻ ഉണ്ടാവുന്ന നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചോളൂ. എഫ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി മറ്റൊരു നിർവചനമാണ് പൊതു അധികാര സ്ഥാനം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് 2H. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പൊതു അധികാര സ്ഥാനം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് 2H. ഓക്കെ, ഇനി വിവരാവകാശം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് 2J. വിവരാവകാശം, വിവരം എന്നല്ല, വിവരാവകാശം എന്നാന്ന് ചോദിച്ചാൽ ഏതിലെ വകുപ്പിലാണ് നിർവചനം നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ 2J. വിവരം 2F. ഈ വിവരം എന്നുള്ളത് എന്തുമാവാം. സർക്കുലർ ആവാം, പത്രക്കുറിപ്പ് ആവാം, നോട്ടീസ് ആവാം, മെമ്മോ ആവാം, ഇനി ഇമെയിലുകൾ ആവാം, പിന്നെ ഡിജിറ്റൽ രൂപത്തിലുള്ള ഡാറ്റാസ് ഒക്കെ ആവാം. അതുകൊണ്ട് വിവരം എന്താണ് എന്നുള്ള വിവരം എന്നുള്ളത് നിർവചിച്ചു വെച്ചിരിക്കുന്നത് 2F-ലാണ്. വിവരാവകാശം എന്നുള്ളത് 2J-ലാണ്. ഓക്കെ, മാറിപ്പോകരുത്. ഇനി എന്താണ് വിവരാവകാശം? നമ്മളിപ്പോ പഠിക്കുന്നത് വിവരാവകാശ നിയമമാണല്ലോ. അപ്പൊ വിവരാവകാശം എന്താണെന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അത് മാത്രം നോക്കി നോക്കാം. രേഖകളും ജോലികളും പ്രമാണങ്ങളും പരിശോധിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കുവാനും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുവാനുമുള്ള അവകാശമാണ് വിവരാവകാശം. ഓക്കെ, അത് നമ്മള് ഇത് ബൈഹാർട്ട് പഠിക്കുന്ന വേണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ വകുപ്പുകളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 3. മൂന്നാമത്തെ സെക്ഷൻ എന്താന്ന് നോക്കിയാല്, സെക്ഷൻ 3-ൽ എന്താ പറയുന്നത് നോക്കിയാല്, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3. വിവരാവകാശത്തിലെ എല്ലാ വ്യവസ്ഥകൾക്കും അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവരാവകാശത്തിനുള്ള വിവരം നേടുന്നതിനുള്ള അറിയുന്നതിനുള്ള അവകാശം ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 3. ഓക്കെ, ഇനി സെക്ഷൻ 4-ൽ എന്താന്ന് നോക്കിയാല്, സെക്ഷൻ 3 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കുക, ഓർത്തു നോക്കുക. ഓക്കെ, എന്താണ് അതിലെന്താ പറയുന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഓക്കെ, സെക്ഷൻ 4 നോക്കുന്ന സമയത്ത് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകൾ പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 4. സെക്ഷൻ 4-ല് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകള് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 4. ഓക്കെ, ഇനി സെക്ഷൻ 5-ൽ എന്താന്ന് പറയുന്നത് നോക്കിയാല്, സെക്ഷൻ 5-ൽ എന്താ പറയുന്നത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 5. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 5. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാല്, ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറയുന്നത് നോക്കിയാല്, ഓരോ പൊതു അധികാര സ്ഥാനവും ഈ ആക്ട് നിയമമായി 100 ദിവസത്തിനകം ഈ ആക്ടിന് കീഴിൽ വിവരം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകുന്നതിനായി അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഭരണ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസറായി നിയമിക്കേണ്ടതാണ്.
ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ആക്ട് നിയമമായി വന്ന ശേഷം 100 ദിവസത്തിനുള്ളിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന ഓഫീസിനുള്ളിലും ഒരു ഇൻഫർമേഷൻ ഓഫീസർമാരായിട്ട് ഒരാളെ നിയമിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും വിവരാവകാശ നിയമം പ്രകാരം ഒരു വിവരം തേടാൻ വന്നാൽ അവർക്ക് വിവരം നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഒരാളെ നിയമിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്, സെഷൻ 5 പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് ഓരോ പൊതു അധികാര സ്ഥാനവും ഈ ആക്ട് നിയമമായി 100 ദിവസത്തിനകം ഒരു ഉദ്യോഗസ്ഥനെ ഓരോ സബ് ഡിവിഷൻ തലത്തിൽ അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിൽ കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ നിയമിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞ കാര്യം, ഓഫീസർമാരെ നിയമിക്കണം. ഇൻഫർമേഷൻ ഓഫീസറായിട്ടും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടും ഒക്കെ നിയമിക്കണം എന്ന് പറയുന്നതാണ് ഈ വകുപ്പ് സെക്ഷൻ 5-ലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഏത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 5 പഠിക്കേണ്ട ഉപവകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സെക്ഷൻ 5 ഉപവകുപ്പ് 3, സെക്ഷൻ 5 അതിലെന്താ പറയുന്നത് എന്താണെന്ന് നോക്കിയാല് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതും ആണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 5-3. ഈ സെക്ഷൻ 5-3 പ്രകാരം ഉപവകുപ്പ് 3 പ്രകാരം എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന ആൾക്കാരുടെ അപേക്ഷ കൈകാര്യം ചെയ്യണം, അത് പരിഗണിക്കണം, അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് 5-3. ഇമ്പോർട്ടന്റ് ആണ്. ഇനി സെക്ഷൻ 5-4 എന്താണെന്ന് നോക്കിയാല് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അവരുടെ കർത്തവ്യങ്ങളുടെ ശരിയായ നിർവഹണത്തിന് ആവശ്യമെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥനിൽ നിന്നും തേടാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെഷൻ. അടുത്തൊരു പോയിന്റ് ആണ്, പ്രസ്തുത ഉദ്യോഗസ്ഥൻ സഹായം ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എല്ലാ സഹായവും നൽകേണ്ടതാണ്. നിയമത്തിൽ പറയുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്, നിങ്ങൾ വേറൊരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ എന്നോട് ഒരാൾ വിവരം ചോദിച്ചതിന് മറുപടി നൽകാൻ വേണ്ടി, വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചതിന് മറുപടി നൽകാൻ വേണ്ടി നിങ്ങളോട് സഹായം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് സഹായം ചെയ്തു തരാൻ ബാധ്യസ്ഥനാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നും ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോ അത്തരത്തിൽ സഹായം നൽകാത്ത ഉദ്യോഗസ്ഥനെ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി കണക്കാക്കി ശിക്ഷിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ച കാര്യത്തിന് എനിക്ക് സഹായം ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങളെ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി കണക്കാക്കിയിട്ട് നിങ്ങളെ ശിക്ഷിക്കാൻ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സെഷനിലേക്ക് പോകുന്ന സമയത്ത് സെക്ഷൻ 6 എന്താ പറയുന്നത് നോക്കിയാല് സെക്ഷൻ 6 പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 6 പ്രതിപാദിക്കുന്നത്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 6 പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലോ, വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാല് സെക്ഷൻ 6 ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് അപേക്ഷ എഴുതി സമർപ്പിക്കാൻ കഴിയാത്ത സന്ദർഭത്തില് അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതാണ്. ഇപ്പൊ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അയാൾക്ക് അപേക്ഷ എഴുതി സമർപ്പിക്കാനാവില്ല, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ അപേക്ഷ എഴുതി തയ്യാറാക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 2 പ്രകാരം സെക്ഷൻ 6 പ്രകാരം സെക്ഷൻ 6 പ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് ആ വിവരം ആവശ്യപ്പെടുന്നതിനുള്ള കാരണമോ അയാളെ ബന്ധപ്പെടാനുള്ള വിവരം ഒഴിച്ച് മറ്റു വ്യക്തിപരമായ വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 6(2) പ്രകാരം എന്താ പറയുന്നത് വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളടുത്ത് ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷയായിട്ട് വരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കാൻ പാടില്ല? നിങ്ങൾ എന്തിനാണ് ഈ വിവരം നൽകുന്നത്? എന്തിനാ വെച്ചോ ഇതൊക്കെ നീ അറിയുന്നത്? ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇതൊക്കെ അറിയുന്നതൊന്നും ചോദിക്കാൻ പാടില്ല. അതൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല്
നിങ്ങൾക്ക് വിവരങ്ങൾ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനാണല്ലോ അപേക്ഷ തരുന്നത്. അപേക്ഷ തരുന്ന ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഒന്നിക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാണ്ട് മറ്റു വ്യക്തിപരമായ കാര്യങ്ങളോ ഈ അപേക്ഷ എന്തിനാണ് തരുന്നത് എന്നുള്ള കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6 ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ലിഖിതമോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ അപേക്ഷ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നൽകേണ്ടതാണ്. അപ്പോൾ എനിക്കൊരു വിവരം അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപേക്ഷ എഴുതണം. അപേക്ഷ ഹിന്ദിയിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഭരണഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ എഴുതിയിട്ട് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വിവരത്തിനായി ഒരു പൊതു അധികാര സ്ഥാനത്ത് അപേക്ഷ നൽകിയിട്ടുള്ളിടത്ത് പ്രതിപാദ്യ വിഷയം മറ്റൊരു അധികാര സ്ഥാനത്തിന്റെ കൈവശമുള്ളപ്പോഴോ ചുമതലകളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുമ്പോഴോ അത്തരം അപേക്ഷ നൽകപ്പെട്ടുള്ള പൊതു അധികാര സ്ഥാനം അപേക്ഷ ആ അധികാര സ്ഥാനത്തിന് കൈമാറേണ്ടതും അത്തരം കൈമാറ്റത്തെ സംബന്ധിച്ച വിവരം ഉടൻ തന്നെ അപേക്ഷകനെ അറിയിക്കേണ്ടതും ഈ അപേക്ഷയുടെ കൈമാറ്റം പരമാവധി 5 ദിവസത്തിനകം നടത്തേണ്ടതുമാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 സുഹൃത്തുക്കളും അവിടെയുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അപേക്ഷ തരുന്നു. അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സുഹൃത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തിന് ഈ അപേക്ഷ കൈമാറ്റം ചെയ്യണം. ഈ കൈമാറ്റം ചെയ്യുന്നത് അപേക്ഷ തന്ന എന്നെ കൃത്യമായിട്ട് അറിയിക്കണം. ഈ അപേക്ഷ തന്ന എന്നെ അറിയിക്കുന്നത് ഉടൻ തന്നെ അറിയിക്കണം. കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉടൻ തന്നെ അറിയിക്കണം. അതിനുശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷ കൈമാറ്റം ചെയ്യണം? പരമാവധി 5 ദിവസത്തിനുള്ളിൽ കൈമാറ്റം ചെയ്യണം. ഇത്ര മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ ഒറ്റൊരു അപേക്ഷയിൽ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നുള്ള അപേക്ഷ ഫീസ് അല്ലെങ്കിൽ അപേക്ഷ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ 10 രൂപയാണ്. അപേക്ഷ ഫീസ് 10 രൂപയാണ്, അല്ലെങ്കിൽ അപേക്ഷ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപയാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യത്തിൽ നോക്കുന്ന സമയത്ത്, ഇനി അപേക്ഷ നമ്മൾ കൊടുത്തു, നമുക്ക് ഇനി നമ്മളതിന് റിപ്ലൈ പ്രതീക്ഷിച്ചിരിക്കലാണ്. അപ്പൊ ആ സമയത്ത് കൃത്യമായ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി പിഴ 25,000 രൂപ വരെയുമാണ്. ഓക്കെ, അതായത് നമുക്കിപ്പോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. അപ്പൊ അപേക്ഷ നമുക്ക് കൃത്യമായിട്ട് വിവരം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നടപടി ഉണ്ടാവും. അവർ പിഴ അടക്കേണ്ടി വരും. ഒരു ദിവസം 250 രൂപയും. അങ്ങനെ ആ 250 രൂപ കൂട്ടിയിട്ട് പരമാവധി ഓരോ ദിവസവും 250 രൂപ കൂട്ടിയിട്ട് പരമാവധി 25,000 രൂപ വരെ അദ്ദേഹം പിഴ അടക്കേണ്ടി വരും. എത്ര ദിവസം ലേറ്റ് ആവുന്നോ അത്രയും 250 വെച്ച് കൂടി വന്നിട്ട് പരമാവധി 25,000 രൂപ വരെ അദ്ദേഹം പിഴ അടക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി നമ്മളിപ്പോ അപേക്ഷ കൊടുത്ത കാര്യം വരില്ല പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പീൽ നൽകേണ്ടത്. നമ്മളിപ്പോ ഒരു വിവരാവകാശത്തിനുള്ള ഒരു അപേക്ഷ നൽകി. അപ്പോൾ ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാതിയുണ്ട്, നമ്മളെ പരാതി വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല, വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ
ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു പരാതി നമുക്ക് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ അപ്പീൽ. തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അവിടുന്ന് നമുക്ക് നീതി ലഭിച്ചില്ല, അവിടെ നിന്ന് നമുക്ക് വേണ്ട പരിഹാരം ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ കൊടുക്കാം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ആണ് പരാതി കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ അപ്പീൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ഇവർക്കാണ് പരാതി നൽകേണ്ടത്, രണ്ടാമത്തെ അപ്പീൽ. ഓക്കെ, ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റു ചില പോയിന്റുകളാണ്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരിക. സിമ്പിൾ അല്ലേ? 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കുന്നത്. നമ്മൾ അപേക്ഷിക്കുന്ന തീയതി തൊട്ട് 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടുക. നിങ്ങളിപ്പോ 2025 ജനുവരി 1 അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ 2005 ജനുവരി 1 തൊട്ടുള്ള വിവരങ്ങളെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതിനു മുമ്പുള്ള വിവരങ്ങൾ ലഭിക്കില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുവേ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരം ഇല്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടാനുള്ള അധികാരമുള്ളത്. മറ്റൊരു കോടതിക്കും അത്തരത്തിലുള്ള ഒരു അധികാരം ഇല്ല. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ്. അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ഉണ്ടാവുമല്ലോ, ആ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചാല് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ 2019 നവംബർ 13 വിധി വരുന്നത്. ഈ കേസാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ കേസാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ്. ഓക്കെ, സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ 2019 നവംബർ 13. ഓക്കെ, ഓർമ്മിച്ചിരിക്കാം. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് കേന്ദ്ര ഇന്റലിജൻസ്, സെക്യൂരിറ്റി ഏജൻസികളെ എന്നിവകളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയോ അനുമതിയോടുകൂടി നൽകാവുന്നതാണ്. കേന്ദ്ര ഇന്റലിജൻസ്, സെക്യൂരിറ്റി ഏജൻസികൾ എന്നിവയെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അഴിമതി അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയോ അനുമതിയോടുകൂടി വിവരങ്ങൾ നൽകാവുന്നതാണ്. അതും ഈ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് വിവിധ തരം ഫീസുകൾ. കുറെ തരം ഫീസുകളുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫീസുകളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാല് A4 A3 പേജിൽ വിവരം ലഭിക്കുന്നതിന് പേജ് 1 2 രൂപയാണ്. A4 നമ്മളിപ്പോ അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന പേപ്പറില്ലേ, അസൈൻമെന്റ് ഷീറ്റ്, അതാണ് A4 ഷീറ്റ്. അതിനെക്കാളും കുറച്ച് വലിപ്പം കൂടിയ പേപ്പറാണ് A3 ഷീറ്റ്. ഈ പേജുകളിൽ വിവരം ലഭിക്കുന്നതിന് പേജ് 1 2 രൂപയാണ്. ഇനി വലിയ സൈസ് പേപ്പറുകളിൽ വിവരം ലഭിക്കുന്നതിന് ആ പേപ്പറിനായി ചെലവാകുന്ന തുക അടക്കുക. അതാണ് ഫീസുകളായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയ സൈസ് പേപ്പറുകളിൽ വിവരം ലഭിക്കാൻ അതിനായി ചെലവാകുന്ന തുക. ഇനിയിപ്പോ നമുക്ക് ഡിജിറ്റൽ രൂപത്തിലാണ് കിട്ടേണ്ടത്. ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കുന്നതിന് ഡിസ്ക് 1 50 രൂപ. ഡിസ്ക് 1 50 രൂപയാണ്. ഓക്കെ, ഇനി ഫീസ് അടക്കുന്ന രീതികൾ ഏതൊക്കെയാന്ന് നോക്കിയാല് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഈ ഫീസ് അടക്കാൻ നോക്കിയാല് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി അടക്കാം, ഗവൺമെന്റ് ട്രഷറി വഴി അടക്കാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റിസീപ്റ്റ് വഴി അടക്കാം, പോസ്റ്റൽ ഓർഡർ വഴി അടക്കാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അടക്കാം, ബാങ്ക് ചെക്ക് വഴി അടക്കാം. ഓക്കെ, ഇത്രയും രീതികൾ വഴി നമുക്ക് പിന്നെ ഫീസ് നമുക്ക് വിവരം ലഭിക്കുന്നതിന് ആവശ്യമായി ബന്ധപ്പെട്ട ഫീസ് അടക്കാം. ഓക്കെ,
ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകൾ എത്രയാന്ന് നോക്കിയാല് A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ പേജ് ഒന്നിന് 3 രൂപ. 3 രൂപയാണ് പേജ് ഒന്നിന്. ഓക്കെ, പേജ് ഒന്നിന് 3 രൂപയാണ്. ഇനി CD ഉൾപ്പെടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ 75 രൂപ. CD-യിലും അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ പേജ് ഒന്നിന് അല്ലെങ്കിൽ വിവരം ലഭിക്കാൻ 75 രൂപ. 75 രൂപ. ഓക്കെ, ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിവരാവകാശം വിവരങ്ങൾ ലഭിക്കും. അത് എപ്പോഴാണ് നോക്കിയാൽ എപ്പോഴാണ് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്ന് ചോദിച്ചാല് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, അതായത് BPL കാർഡുകൾ, നിങ്ങളുടെ റേഷൻ കാർഡ് BPL ആണെങ്കിൽ നിങ്ങൾക്ക് വിവരാവകാശം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ വിവരം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് 7(5). സെക്ഷൻ 7(5). ഓക്കെ, വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ BPL കാർക്ക് വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു എപ്പോഴാണ് സൗജന്യമായി ലഭിക്കുമെന്ന് ചോദിച്ചാൽ 30 ദിവസത്തെ പരിധിക്കുള്ളിലെ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം നൽകുന്ന വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ്. ഇതിപ്പോ നമ്മൾ സമയപരിധി പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുന്ന പോലെ ഉണ്ടാവുക. അതായത് നമുക്കിപ്പം ലഭിക്കുന്ന ഒരു സമയപരിധി ഉണ്ടല്ലോ, എപ്പോഴും ലഭിച്ചാൽ പോരല്ലോ. നമ്മൾ അപേക്ഷ സമർപ്പിച്ചത് ഇപ്പോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണം. ഓക്കെ, അങ്ങനെ 30 ദിവസത്തിന് ശേഷം ലഭിക്കുന്ന വിവരത്തിന് നമ്മൾ പൈസ നൽകേണ്ട, അത് സൗജന്യമായി നൽകേണ്ടതാണെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാം കക്ഷിയുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ അതിനുശേഷം നൽകുന്ന വിവരത്തിന് പൈസ നൽകേണ്ട, അത് സൗജന്യമാണ്. മൂന്നാം കക്ഷിയുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ അതിനുശേഷം നൽകുന്ന വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ്. അതിനുശേഷം നൽകുന്ന വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. 40 ദിവസം. തേർഡ് പാർട്ടിന്റെ കേസാണെങ്കിൽ, മൂന്നാം കക്ഷിയുടെ കേസാണെങ്കിൽ 40 ദിവസം, അല്ലാത്തതൊക്കെ 30 ദിവസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുക. ഇനി സെക്ഷൻ 7, അടുത്തതായി നമ്മൾ സെക്ഷൻ 7 പോവാ. സെക്ഷൻ 7മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാല് അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് ഇനി സെക്ഷൻ 7മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് അപേക്ഷയുടെ തീർപ്പാക്കൽ സെക്ഷൻ 7 പ്രതിപാദിക്കുന്നതാണ്. അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 7. അതേപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരം വിവരം നൽകുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി വിവരം ലഭിക്കുന്നതിനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് സെക്ഷൻ 7ലാണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് സമയപരിധികൾ നോക്കിയാൽ, ഇപ്പൊ നമ്മളിപ്പോ അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. ആവശ്യപ്പെട്ട വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ മറുപടി 48 മണിക്കൂറിനുള്ളിൽ ലഭിക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പോ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുക്കുന്നു. അത് പ്രകാരം കിട്ടേണ്ട വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും പിന്നെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കേണ്ടതാണ്. ഓക്കെ, മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ നമ്മൾ കൊടുത്ത വിവരാവകാശത്തിന്റെ മറുപടിയിൽ വിവരാവകാശ നിയമത്തിന് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. അതായത് നമ്മളിപ്പോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുത്തതിൽ നമ്മളുടെ അപേക്ഷയിൽ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് 40 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കുക. 40 ദിവസം വരെ സമയപരിധിയുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി മറ്റു സമയപരിധികൾ എന്തൊക്കെയാന്ന് നോക്കിയാല് മൂന്നാം കക്ഷിയുടെ ഇനി മറ്റു സമയപരിധികൾ എന്തൊക്കെയാന്ന് നോക്കിയാല് മൂന്നാം കക്ഷിയുടെ അഭിപ്രായം വേണ്ട സമയപരിധി എത്രയും ചോദിച്ചാൽ 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം.
അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം. ഇതൊക്കെ അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചാല്, എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീൽ ആർക്കാ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അതിന്റെ സമയപരിധിയാണ്. ഒന്നാം അപ്പീൽ എപ്പോഴാണ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീൽ കൊടുത്തതായിരിക്കും നമ്മൾ ആദ്യത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥൻ ആ അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. ഇനി മതിയായ കാരണം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേക റീസണബിൾ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാം. ഓക്കെ, എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? രണ്ടാമത്തെ അപ്പീൽ നമ്മൾ പറഞ്ഞു ആർക്കാ സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, ആർക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഓക്കെ, അത് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. ഇനി കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. അതായത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി തീരുമാനിച്ചിട്ടില്ല. അതിന് ഇത്ര സമയപരിധി ഉണ്ടെന്ന് തീരുമാനിച്ചു വെച്ചിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 8. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 8. ഓക്കെ, സെക്ഷൻ 8ലാണ് പറയുന്നത്. 8 ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ വിവരം പുറത്തു വിടാത്തത്. അതിങ്ങനെ ആലോചിച്ചാൽ മതി. 8 എന്ന് എഴുതുന്ന സമയത്ത് എവിടെ ഓപ്പൺ ഇല്ലല്ലോ, എവിടെയില്ല അല്ലെ. 8 എന്ന് എഴുതുമ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ, അപ്പൊ വിവരം പുറത്ത്, ഇതിനുള്ളിലുള്ള വിവരം പുറത്തേക്ക് വരില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. 8ന്റെ അകത്തുനിന്ന് വിവരം പുറത്തു വരാത്ത വകുപ്പ് 8. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് പുറത്തു വരില്ല, പുറത്തു വരാൻ ഒരു ഓപ്പണിംഗ് ഇല്ല. ഓക്കെ, ഇനി സെക്ഷൻ 8ൽ 1 പ്രതിപാദിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ ഏതൊക്കെയാണ്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതൊക്കെയാന്ന് ചോദിച്ചാല് അത് 8ലാണ്, സെക്ഷൻ 8(1)ലാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് അതെന്ന് ചോദിച്ചാല്, ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേറെ ഒന്നും ഇതിൽ പറയാനില്ല, സിമ്പിൾ ആണ്. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, രാജ്യത്തിന്റെ തന്ത്രപ്രധാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ ധാരണകൾ, ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ, അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാല് മറ്റു ചില ആൾക്കാരെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ വിവരങ്ങളുടെ പുറത്തുവിടലുകൾ ഇവയൊക്കെയാണ് തടഞ്ഞു വെച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ എന്തൊക്കെയാന്ന് നോക്കിയാല് അടുത്തൊരു പോയിന്റ് ആണ്, ഏതെങ്കിലും നിയമം കോടതിയാലോ ട്രിബ്യൂണലാലോ ആ നിയമത്തിന്റെ അതിന്റെ പ്രസിദ്ധീകരണം പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി അലക്ഷ്യമായി തീർന്നതോ ആയ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ. ഇപ്പൊ ഒരു കാര്യം, ഒരു നിയമമോ ഒരു വസ്തുതയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ വെളിപ്പെടുത്തൽ കോടതി നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിബ്യൂണൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം നിയമത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശത്തിന്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ. അതായത് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ചില വിശേഷ അധികാരങ്ങളുണ്ട്. ആ വിശേഷ അധികാരത്തിന്റെ ലംഘനമായി തീരാവുന്ന ചില വിവരങ്ങളുടെ വെളിപ്പെടുത്തലുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. അതായത് വേറെ രാജ്യത്തിലെ സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങള് ഈ വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കണമെന്നല്ല. ഓക്കെ,
ഇനി ഒഴിവാക്കിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നിയമം നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായി സഹായം നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ വിവരത്തിന്റെ ഉത്ഭവം തിരിച്ചറിയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനോ അപകടകരമായി തീരാവുന്നതോ ആയ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ. അതായത് ഇപ്പൊ ഒരു വിവരം പുറത്തു വന്നാൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ സുരക്ഷിതത്വത്തിനും അപകടകരമാണെന്ന് തോന്നിയാൽ അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തലുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒഴിവാക്കിയ മറ്റൊരു കാര്യമാണ് മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടുന്ന ക്യാബിനറ്റ് രേഖകൾ. മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടുന്ന ക്യാബിനറ്റ് രേഖകൾ. ഓക്കെ, എന്നാൽ ഇവിടെയുള്ള ഒരു എക്സെപ്ഷൻ എന്താന്ന് ചോദിച്ചാല് മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാരണമായ വസ്തുതകളെയും തീരുമാനമെടുത്ത ശേഷവും കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷവും പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു മന്ത്രിസഭയും മറ്റേ ഉദ്യോഗസ്ഥരൊക്കെ കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനം നടപ്പിലാക്കിയ ശേഷം ഈ വിവരങ്ങൾ പുറത്തറിയിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒഴിവാക്കിയ മറ്റൊരു കാര്യമാണ് അന്വേഷണത്തിന്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിന്റെയോ പ്രോസിക്യൂഷന്റെയോ നടപടി ക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയവയാണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയ പൊതു താല്പര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ അവ വെളിപ്പെടുത്താവുന്നതാണ് എന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ഉണ്ടാവും നിയമം പ്രകാരം ഒഴിവാക്കിയിട്ടുള്ളതാണ്, എന്നാല് പക്ഷെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് പൊതുജനങ്ങളുടെ വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വെളിപ്പെടുത്താമെന്ന് 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ സെക്ഷൻ 9 പോവുകയാണ്. 9 എന്താ പറയുന്നത് ചോദിച്ചാല് ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കാനുള്ള കാരണങ്ങളാണ് 9 പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കാനുള്ള കാരണങ്ങളാണ് സെക്ഷൻ 9 പറയുന്നത്. ഓക്കെ, ഇനി വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുവാൻ ചോദിച്ചാല് ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്കുകൾ, സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതി വിവര കണക്കുകൾ, ഇമെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. അതായത് ഏറ്റവും അവസാനം പറയുന്നത് അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് സെക്ഷൻ 11. സെക്ഷൻ 11 എന്താ പറയുന്നത് ചോദിച്ചാല് മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. വിവരാവകാശ നിയമത്തിലെ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 11. സെക്ഷൻ 11 മൂന്നാം കക്ഷിയുടെ വിവരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇതില് ഉപവകുപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാലോ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. സെക്ഷൻ 11 പ്രകാരം പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഒരു വ്യക്തിയിൽ നിന്നുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരമോ രേഖയോ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനകം അത്തരം മൂന്നാം കക്ഷിക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നോട്ടീസ് നൽകേണ്ടതാണ്. ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഞാനിപ്പോ ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരമോ രേഖയോ അറിയാൻ വേണ്ടി നിങ്ങൾ പൊതുവിവരാധികാരിയായ നിങ്ങൾക്ക് ഒരു അപേക്ഷ തരുന്ന സമയത്ത് നിങ്ങൾ മൂന്നാം കക്ഷിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് നൽകേണ്ടതാണ്. അതാണ് സെക്ഷൻ 11(1) പറയുന്നത്. സെക്ഷൻ 11(1) പറയുന്നത് എന്താണ്? നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 11(1) പറയുന്നത്. ഓക്കെ, ഇനി 11(2) എന്താ പറയുന്നത് നോക്കിയാലേ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതാത് സംഗതി പോലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം, അതായത് നമ്മൾ പറഞ്ഞില്ലേ 11(1) പ്രകാരം മൂന്നാം കക്ഷിക്ക് ഏതെങ്കിലും വിവരത്തെയോ അല്ലെങ്കിൽ രേഖയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തെയോ സംബന്ധിച്ച നോട്ടീസ് നൽകിയിട്ടുള്ളപ്പോൾ അത്തരം നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം മൂന്നാം കക്ഷി നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരായി പരാതി നൽകുന്നതിനുള്ള അവസരം നൽകേണ്ടതാണ്. അതായത് നമ്മളിപ്പോ
സെക്ഷൻ 11(1) പ്രകാരം പിന്നെ നോട്ടീസ് അയക്കും. അതായത് തേർഡ് പാർട്ടിക്ക് നോട്ടീസ് അയക്കണം. ഇന്നൊക്കെ വിവരങ്ങൾ ചോദിച്ചിട്ട് ഒരു വിവരാവകാശ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കും. ആ പറഞ്ഞ അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ സെക്ഷൻ 11(2) പ്രകാരം നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. 10 ദിവസത്തിനുള്ളിൽ പരാതി നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 11(2). ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 11(3) എന്നാ പറയുന്നത് വെച്ചാല് 7ാം വകുപ്പിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതാതു സംഗതി പോലെ 6ാം വകുപ്പ് പ്രകാരം ലഭിച്ച അപേക്ഷ 40 ദിവസത്തിനകം 2ാം ഉപവകുപ്പ് പ്രകാരം പരാതി നൽകുന്നതിന് 3ാം കക്ഷിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ വിവരമോ രേഖയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമോ വെളിപ്പെടുത്തേണ്ടതാണ് എന്നോ അല്ല എന്നോ തീരുമാനിക്കേണ്ടതും 3ാം കക്ഷിക്ക് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ നോട്ടീസ് ലിഖിതമായി നൽകേണ്ടതുമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 6ാം വകുപ്പ് പ്രകാരമാണ് അപേക്ഷ നൽകുന്നത്, അല്ലെ? അപേക്ഷ നൽകുന്ന 6ാം വകുപ്പ് പ്രകാരമാണ്. 6ാം വകുപ്പ് പ്രകാരം അപേക്ഷ നൽകിയാല് നമ്മൾ 3ാം കക്ഷിയുടെ വിവരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 11(1) പ്രകാരം 11(1) വകുപ്പ് പ്രകാരം വിവരാധികാരി തേർഡ് പാർട്ടിക്ക് നോട്ടീസ് നൽകും. നോട്ടീസ് നൽകിയാൽ 10 ദിവസത്തിനുള്ളിൽ വകുപ്പ് 11(2) പ്രകാരം പരാതി ഉണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പരാതി നൽകും. തേർഡ് പാർട്ടി പരാതി നൽകും. ഓക്കെ, ഇപ്പൊ പരാതി നൽകിയാലും ഇല്ലെങ്കിലും 40 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? വിവരാധികാരി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? 40 ദിവസത്തിനുള്ളിൽ ഈ വിവരങ്ങൾ ഇപ്പോ അപേക്ഷകൻ ചോദിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുവോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. ഈ തീരുമാനം 3ാമത്തെ തേർഡ് പേഴ്സണെ ഒരു നോട്ടീസ് നൽകി അറിയിക്കണം എന്നാണ് ഈ സെക്ഷൻ 11(3) പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 11(4) എന്നാ പറയുന്നത് നോക്കിയാല് 3ാം ഉപവകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള ഒരു നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള 3ാം കക്ഷിക്ക് തീരുമാനത്തിനെതിരെ 19ാം വകുപ്പ് പ്രകാരം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള പ്രസ്താവന ഉൾപ്പെട്ടിരിക്കേണ്ടതാണ്. കൺഫ്യൂഷൻ വേണ്ട, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 11(3) ഉപവകുപ്പ് പ്രകാരം 40 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടിക്ക് നമ്മുടെ വിവരാധികാരി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകൻ ചോദിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള വിവരം നൽകണം. നോട്ടീസ് മുഖാന്തരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അങ്ങനെ നൽകുന്ന നോട്ടീസില് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എടുക്കുന്ന തീരുമാനത്തിനെതിരെ 19ാമത്തെ വകുപ്പ് പ്രകാരം അപ്പീൽ സമർപ്പിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആ നോട്ടീസിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11(4). വളരെ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം ക്ലാസ് കുറച്ച് ലെങ്തി ആണ്, ചില കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കാൻ, മനസ്സ് വെച്ചൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാം. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് പഠിച്ചെടുത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാക്കാൻ പറ്റും. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റിൽ നിന്ന് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് പഠിച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അതല്ല ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാനും ഇത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. മുഴുവനായിട്ടുള്ള നോട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടുത്ത പാർട്ട് നാളെയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത് വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു.